ഇന്നത്തെ ഡേ തുടങ്ങിയതും ഒരു ചായയിൽ തന്നെ. ഇന്നും ഒരു ക്ഷേത്ര വിസിറ്റാണ്. വന്ന് ഞങ്ങളൊരു തീർത്ഥാടകരായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഞങ്ങൾ യാത്ര തിരിച്ച് കഞ്ചിക്കോടും വാളയാറും കഴിഞ്ഞ് നേരെ തമിഴ് മണ്ണിലോട്ട് പാലക്കാട് കോയമ്പത്തൂർ ബോർഡറിലുള്ള ശ്രീ പതിമലൈ ബാലമുരുകൻ ക്ഷേത്രത്തിലോട്ട്. ഏകദേശം വാളയാർ കഴിഞ്ഞ് വേലന്താവളം റൂട്ട് പിടിച്ച് ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട്. ഇതാണ് ആ ക്ഷേത്രം. ഒരു റീല് കണ്ട അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. ഗൂഗിൾ ചെയ്ത പ്രകാരം ഏകദേശം 200-ൽ പരം പടികൾ ഉണ്ടാവാം എന്നാണ് അറിഞ്ഞത്. മുകളിലോട്ട് കയറി പോകുന്ന വഴിക്ക് ഇടവിട്ട് ഓരോ പ്രതിഷ്ഠയും കാണാം. അവിടെയെല്ലാം ഓരോ അറ്റൻഡൻസും ഇട്ടാണ് മുകളിലേക്ക് കയറുന്നത്. കയറി പോകുമ്പോൾ തന്നെ വ്യൂ എല്ലാം നല്ല രസമായിരുന്നു. അങ്ങനെ കയറി മുകളിലെത്തി. നമ്മൾ താഴെ എൻട്രൻസിൽ കണ്ട പുതുമയൊന്നുമില്ലാത്ത ഒരു സാധാരണ ക്ഷേത്രം. ഈ കാണുന്നതാണ് ബാലമുരുകന്റെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ. അവിടെ കയറി ഒരു അന്വേഷണവും പറഞ്ഞ് മലയാളത്തിൽ വേണോ അതോ തമിഴിൽ വേണോ എന്നൊരു സന്ദേഹം വരുന്നത് ആണ് ഞാൻ തമിഴിലെ പേസിട്ട്. എതുക്ക് വീണ മുരുകനുക്കൊരു മൊഴിപ്രശ്നം. തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ദേവി പ്രതിഷ്ഠയുണ്ടായിരുന്നു. അവിടെയും ചെന്ന് മനസ്സറിഞ്ഞ് ഒരു അന്വേഷണം അറിയിച്ചു. പിന്നെ നേരെ കടന്നത് മലമുകളിലെ കാഴ്ചകളിലോട്ട്. ഒരു മലമുകളിൽ കയറിയ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ തന്നെ. പിന്നെ അധികം ആളും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ടൊരു സമാധാനം. ക്ഷേത്രത്തിന് മുകളിലോട്ട് വെള്ളം എത്തിക്കുന്നതിന് നിർമ്മിച്ച കിണറിനടുത്ത് ഒരു പുര ഇടിഞ്ഞു വീഴാതെ നിൽക്കുന്നത് പോലെ അവിടെ കയറി ഒരു റിസ്കി ഷോട്ടും എടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്നു. ലോകകാര്യങ്ങൾ തൊട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആര് ചായ വാങ്ങിത്തരും എന്നുവരെ സംസാരിച്ച് തീരുമാനത്തിലെത്തിയ ശേഷം പടിയിറക്കം. തിരിച്ചു വരുന്ന വഴി ട്രാവൽ ലോഞ്ചിൽ കയറി ഒരു ചായയും പപ്സും കഴിച്ചു. യാത്ര അവസാനിപ്പിച്ചതും ഒരു ചായയിൽ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.